അപ്പൊ വായിൽ എന്താണോ വരുന്നത് അത് വിളിച്ചു പറയും. അച്ഛനെ തന്നെ എന്തൊക്കെയാ പറയുന്നത്? അമ്മായി പറഞ്ഞൊന്നും എന്റെ മനസ്സിലില്ല. അമ്മായിയെ എനിക്കറിയാലോ. അപ്പൊ ചെറിയ വിഷമം തോന്നി, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ആലോചിക്കുന്ന വേറൊരു കാര്യ. എന്ത് കാര്യം? ശ്രേയുടെ ഫോൺ ഇങ്ങനെ എന്റെ ബാഗിൽ വന്നെന്ന്. അതിനെന്താ എത്ര ആലോചിക്കാനുള്ളത്? അവള് തന്നെയായിരിക്കും അത് കൊണ്ടുവന്ന് എന്റെ ബാഗിൽ വെച്ചത്. ശ്രേയ തന്നെയാവോ അത് വെച്ചിട്ടുണ്ടാവാ, എനിക്ക് ഉറപ്പാ. പക്ഷെ അതെങ്ങനെയാന്നാ? രാവിലെ നമ്മൾ പോന്നപ്പോ അവള് കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ഇങ്ങനെ എവിടെ വെച്ചെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഒരു കൺകെട്ട് വിദ്യ പോലെ. ശ്രേയ ചെയ്യുന്നതെല്ലാം കൺകെട്ട് വിധിയാണല്ലോ. ഇനി അത് ആലോചിച്ചിട്ട് എന്തിനാ? ആലോചിക്കണക്കോ ചേട്ടാ. ശ്രേയ അരവിന്ദേട്ടന്റെ ഭാര്യയാവണം. അരവിന്ദേട്ടന് നല്ലൊരു ജീവിതം ലഭിക്കണം. അല്ലെങ്കിൽ ശ്രേയയുടെ യഥാർത്ഥ സ്വഭാവം അരവിന്ദേട്ടൻ മനസ്സിലാക്കണം. അതിനവള് പിണങ്ങി പോയില്ലേ? പിണങ്ങിപ്പോയ ശ്രേയയുടെ മനസ്സിൽ എന്താണെന്ന് അരവിന്ദേട്ടൻ മനസ്സിലാക്കി മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുന്നതാവും നല്ലത്. അല്ലെങ്കിൽ പിണങ്ങി നിൽക്കുന്ന ശ്രേയ കൂടുതൽ അപകടകാരിയാവും. നാട്ടുകാർക്ക് അറിഞ്ഞ നാണക്കേടല്ലേ. ആയിരപ്പറയിലെ ബാലമാഷിന്റെ മരുമകള് പിണങ്ങിപ്പോയെന്ന് പറഞ്ഞു നടക്കുകയും ചെയ്യും. ശരിയാ. അരവിന്ദും ഹേമ എത്തേണ്ടതാണല്ലോ. എന്താണാവോ വൈകുന്നത്? ഇനി എന്റെ കണക്ക് കൂട്ടലുകളിൽ എന്തെങ്കിലും... എന്താ മോനെ? മേഡത്തെ കുറിച്ച് ആലോചിച്ചിട്ട് എന്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമവും ആശങ്കയും. മേഡം ദേഷ്യത്തിൽ എന്തൊക്കെയാ പറയാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. ശ്രേയമോള് നമ്മളെ കാണുമ്പോ ദേഷ്യത്തിൽ സംസാരിച്ചെന്നും പെരുമാറിയെന്നൊക്കെ ഇരിക്കും. എന്നാലും പൊന്നുവിനോട് സംസാരിച്ച് മനസ്സു മാറ്റി തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനല്ലേ നമ്മൾ വന്നിരിക്കുന്നത്. വിശ്വാസം കൈവിടരുത്. നീ വാ. വന്നെന്ന് തോന്നുന്നു. മേഡം, മേഡം, പൊന്നു മോളെ. മേഡം, മേഡം, ഡോർ തുറക്കും മേഡം. മോളെ കതക് തുറക്ക്. ആരാ മോളെ കോളിംഗ് ബെൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്? വേറെ ആരാ? അരവിന്ദും തള്ളയും തന്നെ. മേഡം, മേഡം. പൊന്നു മോളെ. നീ പറഞ്ഞ പോലെ അവരെത്തിയല്ലോ. കൊള്ളാം. പോയി ഡോറ് തുറക്കും മോളെ. ഞാൻ ഒരു തവണ ഡോർ തുറന്നതാ. രണ്ടിന്റെയും മുഖത്ത് അടി കൊടുക്കുന്നത് പോലെ ഡോർ അടച്ചു. മമ്മി പോയി ഡോറ് തുറക്കും. ഞാൻ അവരോട് വല്ലാത്ത ദേഷ്യത്തിലാണെന്ന് കാച്ചിക്കും. ശരി, അങ്ങനെ ആട്ടെ. രാജി. ആ ഹേമയോ? കേറി വാ. അരവിന്ദേ വാ മോനെ. അമ്മേ, സംസാരിക്കൂ. ശ്രീമോളെ, ഞങ്ങളോട് ദേഷ്യാണോ? രാജി, ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ? സംസാരിക്ക. മേഡം,
ഞാൻ പറയുന്നതൊന്ന് കേക്ക് മോളെ. ആയിരപ്പറയിലെ മഹാലക്ഷ്മിയായിട്ടല്ലേ മോളെ ഞങ്ങൾ കണ്ടിരുന്നത്.